ശിവലിംഗങ്ങൾ കണ്ടെത്തിയ പാല വെള്ളാപ്പാട് ഭഗവതിയുടെ മൂലസ്ഥാനമായ വെള്ളാപ്പാട് തണ്ടളത്ത് തേവർ ഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കണമെന്ന് ദേവപ്രശ്നത്തിൽ വിധി. പൊതുയോഗം കൂടിയും ഭൂ ഉടമകളായ പാല ബിഷപ്പ് ഹൌസ് അധികൃതരുമായി കൂടിയാലോചിച്ചും തുടർ നടപടികൾ എടുക്കുമെന്ന് സേവാസമിതി അറിയിച്ചു. ബിഷപ്പ് ഹൌസിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയായിരുന്നു ദേവപ്രശ്നം നടന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പാലാ വെള്ളപ്പാട് ഭഗവതി ക്ഷേത്രത്തിനു സമീപം പാലാ രൂപതയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കൃഷിക്കായി മണ്ണെടുത്തപ്പോൾ ക്ഷേത്രാവശിഷ്ടങ്ങളും ശിവലിംഗങ്ങളും കണ്ടെത്തിയത്. ക്ഷേത്രം ഭാരവാഹികളുടെയും ബിഷപ്പ് ഹൌസിന്റെയും തീരുമാനപ്രകാരം വിഗ്രഹങ്ങൾ എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ നിർദ്ദേശങ്ങൾക്കായി ദേവപ്രശ്നം നടത്തി. കഴിഞ്ഞ 3 ദിവസമായി കോഴിക്കോട് മുല്ലപ്പള്ളി ബ്രഹ്മശ്രീ നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദേവപ്രശ്നത്തിൽ വിഗ്രഹങ്ങൾ കണ്ടെടുത്ത മൂലസ്ഥാനത്ത് ക്ഷേത്രം നിർമ്മിച്ച് ആരാധന നടത്തണമെന്ന് വിധിച്ചു. ഒരു കാലത്തും നഷ്ടപ്പെടാത്ത ഒരു ശക്തിമത്തായ ചൈതന്യകല നിലനിൽക്കുന്ന സ്ഥലമാണെന്നും പല വിധത്തിലും ഇന്നിപ്പോൾ ബിംബോപാധികളും ക്ഷേത്ര സങ്കേതങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണാനില്ലെങ്കിലും ഇപ്പോൾ നമ്മൾ കണ്ടുകിട്ടിയ ഉപാധികൾ ക്ഷേത്രവുമായി പൂർവ്വകാലത്ത് ആരാധിക്കപ്പെട്ട ക്ഷേത്രം നിലനിന്നിരുന്നതിൻ്റെ തെളിവുകളുണ്ട്. പ്രശ്നം വെച്ച സമയത്ത് വളരെ ഭംഗിയായിട്ട് കുട്ടി സ്വർണം ചിങ്ങൻ രാശിയിൽ സ്വർണം കൊണ്ടുവച്ചതോടും കൂടിയും സ്വർണം മലർന്നു വന്നതും ആരൂഢപതിയായിട്ടുള്ള ആദിത്യൻ കേന്ദ്രഭാവത്തിൽ 10ാം ഭാവത്തിൽ വന്നതുകൊണ്ടും അവിടെ ആഴത്തിൻ്റെ 11ാം ഭാവസ്ഥിതി വന്നതും വളരെ വളരെ വേഗത്തിൽ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് ആ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഭംഗിയായിട്ടുള്ള ക്ഷേത്ര നിർമ്മാണം നടത്തി പ്രതിഷ്ഠിച്ച് എല്ലാവർക്കും ആരാധിക്കാനുള്ള സൗകര്യം ആയി വരും എന്നുള്ളതിന്റെ പ്രത്യക്ഷ തെളിവാണ്. ശിവലിംഗങ്ങൾ കണ്ടെടുത്ത ഭൂമിയിൽ തന്നെയാണ് ദേവപ്രശ്നത്തിന്റെ ഭാഗമായുള്ള രാശി പൂജ നടന്നത്. പാലാ ബിഷപ്പ് ഹൌസിന്റെ പൂർണ്ണ അനുമതിയോടെയായിരുന്നു ചടങ്ങുകൾ. ബിഷപ്പ് ഹൌസ് നൽകിയ പിന്തുണയ്ക്ക് മുഖ്യ ദൈവജ്ഞൻ നന്ദി പറഞ്ഞു. നമ്മളേതായ പരിധിയിൽപ്പെട്ട സ്ഥലങ്ങളല്ലെങ്കിലും വളരെ വിശാലമായി മറ്റൊരു വിഭാഗം, അതായത് ആ ക്രിസ്ത്യൻ വിഭാഗക്കാര് അവരുടെ മനസ്സ്, ബിഷപ്പ് അതേപോലെ ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ വിശാല മനസ്കതയാണ് നമുക്ക് വളരെയധികം അവരോട് പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവരെ ആ നല്ല മനസ്സാണ് അവിടെ വെച്ച് ആ സത്യാവസ്ഥ ബോധ്യപ്പെടാൻ ദേവപ്രശ്നം വയ്ക്കുന്നതിന് ഒരു പ്രയാസം കൂടാതെ, വിഷമം കൂടാതെ അവർ സൗകര്യം ചെയ്തു തന്നു. അവർ കൂടി നമ്മളോടൊപ്പം സഹകരിക്കുന്നു. അത് വിശാലമായ ചിന്താഗതി ഉള്ള ആ അദ്ദേഹത്തോടും ബിഷപ്പിനോടും അതോട് ബന്ധപ്പെട്ട ആളുകളോടും പ്രത്യേകം ഇതോടൊപ്പം നന്ദി രേഖപ്പെടുത്തുകയാണ്. ദേവപ്രശ്ന വിധി ചർച്ച ചെയ്യാൻ യോഗം വിളിക്കുമെന്ന് വെള്ളാപ്പാട് തണ്ടളത്ത് തേവർ സേവാ സമിതി അറിയിച്ചു. ബിഷപ്പ് ഹൌസ് അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തി പ്രായോഗിക തീരുമാനത്തിലെത്തും. കുപ്രചാരണങ്ങളെ തള്ളിക്കൊണ്ട് ശിവലിംഗങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ ബിഷപ്പ് ഹൌസും ക്ഷേത്രാധികൃതരും ഒറ്റക്കെട്ടായായിരുന്നു പ്രവർത്തിച്ചത്. മിഥുനയ്യപ്പൻ, ജനം, കോട്ടയം.